സുപ്രിയയുടെ കല്യാണ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രവികുമാറും ജലജയും. സുപ്രിയയുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണക്കുറി തിരഞ്ഞെടുക്കാൻ രവികുമാർ മകളോട് ആവശ്യപ്പെടുന്നു. ഒന്നിനും താല്പര്യമില്ലാത്ത മട്ടിൽ സുപ്രിയ. വിവാഹമെടുത്തിട്ടും ഒന്നിനും ശ്രദ്ധയില്ലാത്തതിനാൽ ഹരിപ്രസാദിനോട് ദേഷ്യപ്പെടുന്ന അച്ഛനും അമ്മയും. തനിക്ക് വേണ്ടി മുമ്പ് വന്ന കല്യാണാലോചന താൻ തന്നെ മുടക്കിയതാണെന്ന് സുപ്രിയ അമ്മയോട്. എല്ലാം കേട്ടുവരുന്ന രവികുമാർ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ആരെയും വഞ്ചിക്കാൻ താനില്ലെന്ന സുപ്രിയയുടെ വാക്കിൽ രവികുമാർ ഞെട്ടുന്നു. സുപ്രിയയും ജലജയും ഇതുവരെ രവികുമാറിൽ നിന്നും ഒളിച്ചുവെച്ച രഹസ്യങ്ങൾ സുപ്രിയയിൽ നിന്നും രവികുമാർ മനസ്സിലാക്കുന്നു. നന്ദനയോട് കുത്തുവാക്കുകളുമായി കാർത്തിക. യതിയേട്ടൻ ഇപ്പോൾ തങ്ങളുടെ മുന്നിലേക്ക് വരാറില്ലെന്ന നന്ദനയുടെ വാക്കിൽ കാർത്തികയ്ക്ക് അമർഷം. ഇനി തുടർന്ന് കാണുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്തത് എന്താ? പ്രിയോടെ ചോദിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്ത എന്താണെന്ന്. അമ്മ കഴിച്ചോ? അച്ഛൻ കഴിച്ചോ? ഇല്ലല്ലോ. എനിക്ക് മാത്രമായിട്ടൊരു വിശപ്പില്ല. ഞങ്ങൾ ആഹാരം കഴിച്ചോ ഉറങ്ങിയോ എന്നൊന്നും നിനക്കറിയണ്ടല്ലോ. നിനക്ക് നിന്റെ കാര്യം നടക്കണം. നീ ഉദ്ദേശിക്കുന്നിടത്ത് എല്ലാം നിൽക്കണം. എന്റെ മാത്രം കാര്യം നടക്കണ്ട. അതുകൊണ്ടാ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. ഓ, അതിനായിരിക്കും രാവിലെ വളരെ കൂളായിട്ട് എന്റെ കാല് വാരിയത്. രവിയുടെ മുൻപിൽ ഞാൻ ഒന്നുമല്ലാതായില്ലേ? നിന്റെ അമ്മയായിരിക്കുന്നത് പോലെ ഞാൻ ആ മനുഷ്യന്റെ ഭാര്യയാണ്. ഇപ്പൊ കാല് വാരുന്നത് അമ്മയാ. അച്ഛനോടൊന്ന് വിളിക്കേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. അമ്മ കേട്ടില്ല. അത് പ്രശ്നമാവൂന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞു. ഞാൻ ആ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? ഞാൻ ചീറ്റ് ചെയ്തുന്നാ രവി പറയുന്നേ. ദേഷ്യം മുഴുവനും എന്നോടാ. ഞാൻ സത്യം പറഞ്ഞത് തെറ്റാണോ? അതാണോ അമ്മയുടെ അഭിപ്രായം? മുറിപ്പെടുത്തുന്ന ചില സത്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരും. അത് തെറ്റല്ല. എനിക്ക് ആ തത്വം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ തത്വമാണോ അതോ ഈ വീട്ടിലെ സമാധാനമാണോ വലുത്? അപ്പോ എന്റെ സമാധാനത്തിന് ഒരു വിലയില്ലേ? വീട്ടിലെ സമാധാനമാണോ അമ്മയ്ക്ക് വലുത്? നിങ്ങൾ വളർത്തിയത് എന്നെയോ അതോ ഈ വീടിനെയോ? മോളെ, മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. തിരുത്താനാവാത്ത തെറ്റ്. അമ്മയോടാണ് ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. അന്നും ഇന്നും കുറ്റബോധം ഇല്ല എനിക്ക്. പക്ഷേ അമ്മയോടെല്ലാം പറഞ്ഞത് അബദ്ധമായും തോന്നുന്നു. പകരം ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാ മതിയായിരുന്നു. സുപ്രിയേ, ഞാൻ എന്ത് വേണമെന്ന് പറ. എല്ലാം മറച്ചു വെച്ചിട്ട് ഏതോ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം. അതിന് പേര് വഞ്ചനയെന്നല്ലേ അമ്മേ? എന്റെ മനസാക്ഷി അതിന് അനുവദിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പ്രിയ പറ. നീ നിന്റെ മനസാക്ഷിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു. രവി പറയുന്നു ഒരു വിശദീകരണവും കേൾക്കണ്ടെന്ന്. ഇതിനിടയിൽ നിന്ന് വീർപ്പ് മുട്ടുന്നതും ഞാൻ. കല്യാണത്തിന്റെ ഡേറ്റ് ആണെങ്കിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ഹരിപ്രസാദിന്റെ വീട്ടിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. ഇവിടെയാണെങ്കിൽ ഓഡിറ്റോറിയത്തിന് മറ്റും അഡ്വാൻസ് കൊടുക്കാൻ പോകാനിരുന്നതാ. രവി ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. പറ, ഞാൻ എന്താ വേണ്ടേ? അമ്മയ്ക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. അച്ഛൻ പറയട്ടെ എന്തു വേണമെന്ന്. എവിടെ അഡ്വാൻസ് കൊടുക്കാതിരിക്കാൻ നല്ലത്. അതെന്താ? എനിക്കൊന്ന് ആലോചിക്കണം. എന്ത്? ശരിക്കും ആലോചിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. എന്താണെന്ന് പിന്നെ പറയാം. സുപ്രിയേ, നിന്നെ. സുപ്രിയേ. അമ്മേ, ദേവി, ഭഗവതി. അപ്പോ കല്യാണക്കുറിക്കുള്ള മാറ്റം എഴുതാൻ തുടങ്ങുകയാണേ? അതോ പ്രഭാകരൻ എഴുതാമോ? വേണ്ട, അച്യുതട്ടം കഴിയാ മതി. ഓ, ആദ്യം ഒരു ഓം വെക്കോ. ഓ, ഐശ്വര്യം ആയിക്കോട്ടെ. ശ്രീമാൻ പ്രഭാകരക്കുറുപ്പ് ബ്രാക്കറ്റിൽ റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്റർ. ഉദ്യോഗ പേരൊന്നും വയ്ക്കണ്ടെന്നേ. ഇരിക്കട്ടടൂ, അതൊരു അന്തസാ. അതെ, വല്ലവരുടെ ഉദ്യോഗ പേരൊന്നും അല്ലല്ലോ വെക്കുന്നത്, ഇയാടെ അല്ലേ? ആ, ശ്രീമതി രേണുക, ചെമ്പരിക്കൽ വീട്, പുതുപ്പരിയാരം, മണക്കാട്
പുതുക്കാട് പി ഓ കുത്ത്. മാന്യമിത്രമേ അതോ മാന്യ സുഹൃത്തെ വെക്കണോ? അല്ലെങ്കിൽ പിന്നെ മാന്യ ബന്ധു എന്നാക്കാം. ഏത് വേണം? മാന്യമിത്ര മതി അച്ചൂട്ട. മതി. മിത്രമേ, ഞങ്ങളുടെ ഏക മകൻ. ഏക മകൻ വേണ്ട, മകൻ അത് മതി. എടോ, ഒറ്റ മകനാണെന്നുള്ളൊരു സൂചന ഇരിക്കട്ടോ. വേണ്ടെങ്കി വേണ്ട. ഞങ്ങളുടെ മകൻ ഹരിപ്രസാദിന്റെ വിവാഹമാണ്. വധു സുപ്രിയ കുത്ത്. ഉപചാരപൂർവം ബന്ധുമിത്രാദികൾ. സാറ് വരുന്നുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണിക്ക്. ഇതൊന്ന് വായിച്ചു നോക്ക് ഹരി. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയണ്ടേ? ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമൊന്നും അല്ലല്ലോ, എല്ലാരും നോക്കിയിട്ട് പ്രിന്റ് ചെയ്യും. ഓ, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കുറച്ചൊന്നും അവിടെ നോക്കില്ലായിരിക്കും. കൂടിയ സാറല്ലേ. പോട്ടെ, ഇനി അത് വഴക്കാക്കണ്ട. എങ്ങനെ ഈ കല്യാണവും നടന്നു കിട്ടിയാ മതിയായിരുന്നേ. വീട് പ്രഭാകര, ഇത് മലയാളത്തിലുള്ള ക്ഷണപത്രിക ആയിട്ടുള്ളൂ. ഇംഗ്ലീഷും കൂടെ കുറച്ച് വേണ്ടേ? ഹരിപ്രസാദിന്റെ ഓഫീസിലും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി. മലയാളം ഇംഗ്ലീഷും പോരമ്മാവാ, ഹിന്ദിയിലും വേണം. പഞ്ചായത്ത് ഓഫീസിനടുത്ത് കുറച്ച് നോർത്ത് ഇന്ത്യൻസ് വന്ന് ടെൻഡ് അടിച്ചിട്ടില്ല, അവർക്കും വിതരണം ചെയ്യാം. ചുമ്മാ കല്യാണത്തിന് വരട്ടെ. വന്നോട്ടെ. ഹിന്ദി എത്ര? അതൊക്കെ വീട് പ്രഭാകര, ഹിന്ദിയിൽ എത്ര എണ്ണം വേണം? മലയാളത്തിൽ മാത്രം ലെറ്റർ അടിച്ചാൽ മതി. മതി. ഇനി ഈ വിഷയത്തെ കുറിച്ച് ഒരു ചർച്ചയില്ല. പോകുന്ന വഴിക്ക് ഞാനിത് പ്രസ്സിൽ കൊടുത്തോളാം. ഒരു വലിയ ജോലി ഇനിയും ബാക്കി കിടക്കുന്നു. എല്ലാവരും ക്ഷണിക്കട്ടെ. അങ്ങനെ ഒരു പരിപാടി വേണമെന്ന് പൊന്നു മോനോട് ചോദിക്ക്. ആരെയും വിളിക്കണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായമെങ്കിലോ? അറിയണ്ടേ നമുക്ക്? അങ്ങനൊന്നും ഞാൻ പറയില്ല. സാമാന്യം ഭംഗിയായിട്ട് തന്നെ വേണം കാര്യങ്ങള്. അതിനപ്പുറമുള്ളൊരു ഷോ വേണ്ടെന്നേ ഉള്ളൂ. കല്യാണം ക്ഷണിക്കല് 2 തരത്തിലാ. ഒന്ന് നേരിട്ട് പോയി കണ്ടു ക്ഷണിക്കേണ്ടവർ, അതും പ്രഭാകരൻ ഒറ്റയ്ക്ക് പോയി കണ്ടു ക്ഷണിക്കേണ്ടവർ. രേണുക മാത്രം പോകേണ്ട വീടുകളുണ്ട്. നിങ്ങൾ 2 പേരും കൂടി പോയി കണ്ടു ക്ഷണിക്കേണ്ടവരുണ്ട്. അവിടെയും കുറി കൊടുക്കണം. രണ്ടാമത്തെ സെക്ഷൻ ഏതാണെന്ന് മനസ്സിലായോ? ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞ് ക്ഷണിക്കേണ്ട ആളുകൾ, അവർക്കും ലെറ്റർ അയച്ചു കൊടുക്കണം. ആരെയും വിട്ടുപോവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. പരാതി കേൾക്കാൻ വയ്യാഞ്ഞിട്ടാ. നമ്മൾ എത്ര ശ്രമിച്ചാലും ആരെയെങ്കിലും ഒക്കെ വിട്ടുപോകും രേണുകേ. അത് പിന്നെ പരാതിയാകും. കല്യാണത്തിന്റെ ഇടപാട് അങ്ങനെയൊക്കെ. അതിന് ഒരു വഴി ഉണ്ടാക്കി ചേട്ടാ. ഓരോരുത്തരും ഓരോ ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റ് നോക്കിയിട്ട് ഒരു ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വിളിക്കണം. അപ്പൊ ആരും ഒഴിവാകില്ല. കല്യാണത്തിന് മുമ്പ് അതൊക്കെ ആദ്യം ചെയ്താൽ നന്നായിരിക്കും. ഇവനെ കൊണ്ട് ഞാൻ അവൻ ഒരു ഫലിതം പറഞ്ഞതാണേ. അതിനും കേറി തുള്ളരുതേ എന്റെ വെളിച്ചപ്പാടേ. നിനക്ക് വിളിക്കാനുള്ളവരുടെ പേരും വിവരവും ഒന്ന് കുറിച്ചു വെക്ക് ഹരി. ഞാൻ വിളിച്ചോളാമേ. എന്നാ പിന്നെ വിളിക്കുന്നത് എന്തിനാ മോനെ? SMS അങ്ങ് അയച്ചാ പോരെ. അത്രയ്ക്ക് അങ്ങ് ആർഭാട് കുറഞ്ഞിരിക്കുമല്ലോ. എന്റെ കല്യാണം, ഡേറ്റ്, മുഹൂർത്തം 11 AM, പെണ്ണിന്റെ പേര് സുപ്രിയ, വേണമെങ്കിൽ വാ, വേണ്ടെങ്കിൽ പോ. അത്രയും മതി മെസ്സേജ്. ഇയാൾ സമ്മതിക്കുകയല്ലോ. ഇക്കാര്യത്തെ ചൊല്ലി അച്ഛനെ ആരും വിളിച്ച് പരാതി പറയില്ല. അതുപോലെ ഇപ്പറഞ്ഞത് അച്ചട്ട. ഫോൺ ചലച്ചു. ഇപ്പൊ പല്ലിയുടെ ജോലി മൊബൈൽ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഹലോ. മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ സുപ്രിയയാണ്. സുപ്രിയ എവിടെയാ? വീട്ടിൽ. തൃശ്ശൂരാണോ അതോ നാട്ടിലുണ്ടോ? ഞാൻ നാട്ടിലാണ്. വീട്ടിലെല്ലാരും ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കണോ? വേണ്ട, എനിക്ക് ഹരിയെ ഒന്ന് കാണണം. കുറച്ച് സംസാരിക്കാനുണ്ട്. കല്യാണത്തിന് മുമ്പ് പറയേണ്ട മാറ്ററാ. എപ്പോഴാണ് എവിടെ വെച്ചാണ് സൗകര്യം എന്ന് പിന്നെ അറിയിച്ചാൽ മതി. സുപ്രിയയുടെ സൗകര്യം പോലെ ആയിക്കോട്ടെ. ഓക്കെ, ശരി. ഞാൻ പിന്നെ വിളിച്ചറിയിക്കാം. ഹരിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ,
ഓക്കെ ദെൻ ബൈ. എന്താടാ? ഏ, ആ കുട്ടിയാ സുപ്രിയ. അതും മനസ്സിലായി. എന്താ മോള് പറഞ്ഞത്? അയാൾക്ക് എന്നെ കണ്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ ഹരി? അമ്മേ, എനിക്കല്ല, ആ കുട്ടിക്ക് എന്നോട് സംസാരിക്കാനുള്ളത്. അത് കേട്ടെങ്കിലല്ലേ എന്താണെന്ന് എനിക്കറിയാൻ പറ്റൂ. ആ കുട്ടിന്ന് ആ കുട്ടി നാം പറഞ്ഞ കേട്ടാ തോന്നും LKG പഠിക്കുന്നത് പെൺകുട്ടിയാണെന്ന്. ഈശ്വര, എന്താ സംസാരിക്കാനുള്ളതെന്നാ ഞാൻ ഓർക്കുന്നത്. ഇനി ആ തക്കം നോക്കി ഇവൻ സുപ്രിയോട് വല്ല അബദ്ധവും കയറി പറഞ്ഞു പോകുമെന്ന എന്റെ പേടി. ഏയ്, ഇത് അതൊന്നും അല്ലെന്നേ, മറ്റേതാ. മറ്റേതോ? ഏത്? കർട്ടൻ റൈസർ. കർട്ടൻ റൈസറോ? ആ, എന്താ അച്ചുവേട്ടാ? ഈ TV-യിലൊക്കെ വലിയ വലിയ ഷോ വരുമ്പം അതിന് 2 ആഴ്ച മുമ്പ് കാണിക്കുകയല്ലേ കർട്ടൻ റൈസർ. കാണാൻ പോകുന്ന വൻ പരിപാടികളുടെ ഒരു ട്രെയിലർ. അതുപോലെ കല്യാണത്തിന് മുമ്പുള്ള ഒരു സമ്പ്രദായമായത് ചെറുക്കനും പെണ്ണും തമ്മിലുള്ള ഒരു ഫോൺ വിളി, തമ്മിൽ കാണുക, ഒരു ഐസ്ക്രീം നുണയല്, വരാൻ പോകുന്ന മധുവിധുവിന്റെ ചെറിയൊരു റിഹേഴ്സൽ അല്ലേ പ്രഭാകര? എന്നാലും എനിക്കെന്തോ ഒരു പേടി പോലെ. ഓ, നീ പേടിക്കൊരു ചരട് ജപിച്ചു കേട്ട്. ചേടാ, ഉന്തിത്തള്ളുന്ന നായർക്ക് നിരങ്ങി നടക്കുന്ന അച്ചി എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ കറക്റ്റാ. അല്ല പിന്നെ അച്ചുവേട്ടൻ അങ്ങനെയൊക്കെ പറയാം. രേണുക പറയുന്നത് പോലെ എനിക്കെന്തോ ഒരു ആദിയാ. അവന് നല്ല ബുദ്ധി തോന്നിക്കണേ എന്റെ നാടൂരമ്മേ. ഹലോ, ഇന്ന് ഉദയനൂർ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചോ? അവിടെ ചെല്ലട്ടെ, എന്നിട്ട് ആലോചിക്കാം. വരുന്നെങ്കിൽ നേരത്തെ വരണം, ലേറ്റ് ആവാൻ നിൽക്കണ്ട. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ പോന്നാ മതി. എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു പോരണമെന്നായിരിക്കും അമ്മാവൻ അമ്മായി ആഗ്രഹിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുന്ന തന്നെ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. പ്രതിഭയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ചെല്ലുന്ന്? ഇല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാ. ചിലപ്പോ അവരെ വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കളഞ്ഞാലോ. വാ. തന്റെ മാനേജറാണല്ലോ. സജീവ് മുംബൈയിൽ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മുംബൈയിൽ നിന്ന് ഇന്നലെ എത്തിയല്ലേ? രാത്രിയിൽ വന്നു. വന്ന ഉടനെ തന്നെ ഞാൻ മേഡത്തിന് വിളിച്ചിരുന്നു. മുംബൈയിൽ നിന്ന് റിപ്ലൈ എന്തെങ്കിലും കിട്ടിയോ സജീവ്? ഞാൻ കുറച്ചു മുമ്പ് കോൺടാക്ട് ചെയ്തിരുന്നു. മില്ലിന്റെ MD ഫോണിൽ കിട്ടിയത്. അവിടെ വിൽക്കുന്ന വിലയ്ക്ക് നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സുകൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ഇവിടെ എത്തിച്ചേരില്ലേ? അതെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കളക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ മുംബൈ യാത്ര കൊണ്ട് ഗുണമുണ്ടായി. സജീവ് ഒറ്റയ്ക്കാ പോയത്. എല്ലാം ഓക്കെ ആക്കിയിട്ട് വന്നു. ഗുഡ്. താങ്ക് യു സർ. അല്ല, മേഡം ഓഫീസിലേക്കാണോ? അല്ല, ഞാനൊന്ന് ഉദയന്നൂര് വരെ പോവാൻ ഇറങ്ങുക. ഡ്രൈവർ ഇപ്പൊ എത്തും. അല്ല, ഡ്രൈവർ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. മേഡം കാറി കയറിക്കോ. അത് സാരമില്ല, എനിക്ക് അസൗകര്യമൊന്നുമില്ല. മേഡം വരൂ. വേണ്ട സജീവ്. സജീവിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്നോട്ടെ, അത്രയും സമയം കളയണ്ട. ഓഫീസിൽ ജോലികളുള്ളതല്ലേ. ഓ, ആ, ഡ്രൈവർ വന്നു. ബസ് താമസിച്ചു പോയി, സോറി. സാരമില്ല. മേഡം, പോയിട്ട് വരാം. ഹരിക്ക് ആസ്ട്രോളജിയിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസമുണ്ട്. ന്യൂമറോളജി? തീരെയില്ല. ന്യൂമറോളജി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ ഇഷ്ട നമ്പർ ഏതാണെന്ന് പറയാമോ? പ്രവചിക്കാൻ എനിക്കറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. 9 അല്ലേ സുപ്രിയക്ക് ഇഷ്ടപ്പെട്ട നമ്പർ? യാ, എങ്ങനെ കണ്ടുപിടിച്ചു? എങ്ങനെ ഞാനത് കണ്ടുപിടിച്ചു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. നോ, സോറി. സിമ്പിൾ. നമ്മുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം തീരുമാനിച്ചത് സുപ്രിയയാണ്. രാവിലെ 9 മണി.
ഞാൻ എത്തുമ്പോഴേക്കും സുപ്രി ഇവിടെ സീറ്റ് പിടിച്ചിരുന്നു, 9ാമത്തെ ടേബിളിൽ. അത്രയും കൂടി ഞാൻ ഊഹിച്ചെടുത്തു, നയൻ എന്ന നമ്പറിനോടുള്ള തന്റെ താല്പര്യം. ഓ, യു ആർ വൈസ്. അതർവൈസ് അല്ല. ഒരുപാട് VIP-സിന്റെ ഭാഗ്യ നമ്പർ 9. ഈയിടെ മരിച്ച ഒരു പൊളിറ്റിക്കൽ ലീഡർക്ക് പോലും എല്ലാം 9 വേണമെന്ന് നിർബന്ധമായിരുന്നു. അത്തരം വിശ്വാസങ്ങൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഏതെങ്കിലും കാരണത്താൽ ആ നമ്പർ കിട്ടാതെ വന്നാൽ ടെൻഷനാവും. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ റൂം നമ്പർ 9 കിട്ടിയില്ലെങ്കിൽ, അഥവാ 9 മണിക്ക് മീറ്റിങ്ങിന് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാവും. ശരിയാണ്. അതുകൊണ്ട് എല്ലാ നമ്പറിനെയും സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. അതാ എൻ്റെ ഒരു പോളിസി. കോഫി തണുത്തുവെങ്കിൽ വേറെ പറയാം. ഇറ്റ്സ് ഓക്കെ. ന്യൂമറോളജിയെക്കുറിച്ചും ആസ്ട്രോളജിയെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയല്ല കാണുന്ന സുപ്രിയ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, നമുക്ക് മാറ്ററിലേക്ക് വരാം. ഇത് നമ്മുടെ 3ാമത്തെ കൂടിക്കാഴ്ചയാണ്. ഫസ്റ്റ് ടൈം കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഹരിയും പാരൻസും കൂടെ വീട്ടിലേക്ക് വന്നു. സെക്കൻഡ് ടൈം ഔദ്യോഗികമായ പെണ്ണ് കാണാൻ. ഇപ്പൊ ഇതാ നമ്മൾ തീരുമാനിച്ച മീറ്റിംഗ്. നിങ്ങളെ ഇഷ്ടപ്പെട്ടോ എന്ന് ഹരി ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. കല്യാണത്തിന് സമ്മതമാണോ എന്നും ചോദിച്ചില്ല. ഇനി അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല, കാരണം എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരും അല്ല തീരുമാനമെടുത്തത്, പേരൻസ് ആണ്. പക്ഷേ നമ്മുടെ മൗനസമ്മതം ഉണ്ടായിരുന്നു. അധികം ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല ഞാൻ. മാറ്റർ പറയാം. കല്യാണത്തിന് ഡേറ്റ് കുറിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് ഹരിക്ക് തോന്നും. കൃത്യമായ ഒരു കാരണം പറയാനില്ല. ചാൻസ് ഒത്തുവന്നില്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം. അതൊരു എക്സ്ക്യൂസ് അല്ലെങ്കിലും. വൺ തിങ്, വിവാഹത്തിനെ കുറിച്ചുള്ള ഹരിയുടെ കൺസെപ്റ്റ് എന്താണ്? നമ്മുടെ വിവാഹത്തെ കുറിച്ചാണോ? കോമൺ ആയിട്ടാണ് ചോദിച്ചതെങ്കിലും വിവാഹം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ക്ഷയിക്കാൻ കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരു കരാറാണ് വിവാഹം, ദീർഘകാലത്തേക്കുള്ള ഒരു ഉടമ്പടി. എന്റെ അഭിപ്രായം തന്നെയാണ് ഹരിയും പറഞ്ഞത്. ഏതൊരു കരാറിനും അത്യാവശ്യമായിട്ട് വേണ്ടത് വിശ്വസ്തതയാണ്. മിനിമം നമ്മൾ നമ്മളോട് തന്നെ വിശ്വസ്തരായിരിക്കണം. ആ ഒരു ആലോചനയിലാണ് ഹരിയെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ആമുഖത്തിൽ നിൽക്കുകയാണ് സുപ്രിയ. കഴിഞ്ഞു. ഇനി ഞാൻ കാര്യം പറയാം. ഹരിക്ക് എന്റെ പേരറിയാം, എന്റെ പേരൻസിനെ അറിയാം, എന്റെ വീടിനെ പറ്റി അറിയാം, ഞാൻ പഠിച്ചതും വളർന്നതും ദുബൈയിലാണെന്നറിയാം. പക്ഷേ നിങ്ങൾ എന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളാണ്. എന്നെക്കുറിച്ച് ചിലതുകൂടി അറിയണം. അറിഞ്ഞിട്ട് വേണം എന്നെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം ഹരിപ്രസാദിനുണ്ട്. വാക്കുകളേക്കാൾ നല്ലത് തെളിവുകളാണ്. ഇതൊരു മെഡിക്കൽ റിപ്പോർട്ടാണ്. സുപ്രിയ രവികുമാറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഹരിക്ക് നോക്കാം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. കണ്ടോ രവി, ഞാൻ പറഞ്ഞില്ലേ സുപ്രിയ ഇവിടെ കാണുമെന്ന്. ഹരിക്ക് കേൾക്കണോ? ഹൈറേഞ്ച് ഹോട്ടലിന്റെ ഫുട്മാളിന്റെ ആഹാരം ഇവൾക്കൊരു വീക്ക്നെസ്സാ. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവളിവിടെ വരും. അമ്മ പേപ്പേഴ്സ് ഇങ്ങ് തന്നെ. എന്തിന്? താ ഹരിയെ കാണിക്കണം. ഇങ്ങി തരാൻ. ഹരി എല്ലാം അറിയണം. എന്താ മോളെ ഇത്? ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? എനിക്കൊരാളെ പറഞ്ഞു പറ്റിക്കാൻ വയ്യ. വിശ്വാസവഞ്ചന കാണിക്കില്ല ഞാൻ. നിങ്ങൾ ആ റിപ്പോർട്ട് തന്നില്ലെങ്കിൽ ഹരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിനക്ക് തന്നെ അത് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഹരിപ്രസാദിനോട് ഞങ്ങൾ സംസാരിച്ചാൽ ശരിയാവില്ലേ? സ്കോർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നീ പറഞ്ഞോ. അതല്ല, ഹരി വിവരങ്ങൾ അറിഞ്ഞാൽ മതിയെങ്കിൽ അത് പറയാൻ ഞാനും രവിയും ഉണ്ട്. ജലജൊരു കാര്യം ചെയ്യ്, ഹരിയോട് സംസാരിക്ക്. ഞങ്ങൾ കാറിലിരിക്കാം. ദേ, എല്ലാ വിവരങ്ങളും ഹരിയോട് പറയണം. ആ മെഡിക്കൽ റിപ്പോർട്ട് താ, ഹരി കണ്ട് ബോധ്യപ്പെടട്ടെ. ഒന്നും മറച്ചു വെക്കണ്ട. അപ്പൊ ശരി, ഞങ്ങൾ വെളിയിലുണ്ടാവും. ഹരിപ്രസാദ്, മോള് വാ. വാ.
ഹരിപ്രസാദ് ഇരിക്കേ. എന്താ ആന്റി പ്രശ്നം? ഈ കുട്ടിയുടെ ഓരോ കാര്യം ഓർത്തിട്ട് ചിരിക്കാനാ തോന്നുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് വെളിപ്പെടുത്തല് കേട്ടാ തോന്നും എന്തോ വലിയ കുഴപ്പാണെന്ന്. പെണ്ണിനെ കണ്ടാൽ വിചാരിക്കും ആൾ ഓവർ സ്മാർട്ട് ആണെന്ന്. കൊച്ചുകുട്ടികളെക്കാൾ കഷ്ട. എന്തിന്റെ റിപ്പോർട്ട് അത്? അതല്ലേ തമാശ. ഹരിപ്രസാദ് കേൾക്ക്. ഞങ്ങൾക്ക് നല്ലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, റൂബി. സുപ്രിയയുടെ പെറ്റായിരുന്നു. 24 മണിക്കൂറും പട്ടിക്കുട്ടി കൈ കാണും. പ്രിയ +2 പഠിക്കുമ്പോഴാ പെട്ടെന്നൊരു ദിവസം റൂബി വയലന്റ് ആയി. വല്ലാത്ത കൊരയും ബഹളമായിരുന്നു. ചുരുക്കി പറയാം, പ്രിയയെ പട്ടി എടുത്തിട്ടങ്ങ് കടിച്ചു. ഞങ്ങളെല്ലാം പേടിച്ചു. മോൾക്കാണെങ്കിൽ ആകെ ഷോക്കായി പോയി. അപ്പോഴേ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർക്ക് സംശയം പട്ടിക്ക് പേയുണ്ടായിരുന്നോന്ന്. ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അന്നു മുതൽ സുപ്രിയക്ക് ടെൻഷനാ. റാബീസ് പിടികൂടുമോ എന്നൊരു ഉൾഭയം. വെറും തോന്നലാണ്. പലതവണ ഡോക്ടറെ കാണിച്ചു, എല്ലാ ചെക്കപ്പും നടത്തി. അതൊന്നൊരു സംശയം തോന്നിയേ ഉള്ളൂ. പട്ടിക്ക് പേയില്ലായിരുന്നു. ഇതാണ് സംഭവം. ഇന്നലെ മുതൽ ഒറ്റ വാശി. ഹരിപ്രസാദിനോട് ഇക്കാര്യം പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല, ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളായിരുന്നു. അതിന് പഴയ മെഡിക്കൽ റിപ്പോർട്ട് തപ്പിയെടുത്തോണ്ട് വന്നതാ. വേണമെങ്കിൽ സുപ്രിയനെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണാം. വേണ്ട ആന്റി, ഇത്രയും വർഷം കഴിഞ്ഞല്ലേ, ഇപ്പൊ അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഹരിപ്രസാദിന് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഇപ്പൊ മനസ്സിലായില്ലേ ഹരിക്ക്? ഇത്രയുള്ളൂ സുപ്രിയ. സില്ലിയ.